ചേട്ടൻ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? ചേട്ടന്റെ ബഡ്ജറ്റിന്റെ പകുതി മതി ഈ പറഞ്ഞതെല്ലാം വാങ്ങാം. അതെങ്ങനെ? അതാണ് TJM ഹോൾസെയിൽ മാജിക്. പാലക്കാട്ടെ ഏറ്റവും വലിയ ഹോൾസെയിൽ ബ്രൈഡൽ ജ്വല്ലറി TJM Gold and Diamonds Manufacturers and Wholesalers, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. ജന്മിത്വത്തിനെതിരെ ശബ്ദമുയർത്തി കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകമായ പാട്ടബാക്കി വീണ്ടും അരങ്ങിലെത്തി. 1936 കെ ദാമോദരൻ രചിച്ച നാടകം ഞമനേങ്ങാട് തിയേറ്റർ വില്ലേജാണ് കൂടുതൽ കഥാപാത്രങ്ങളെ ഉൾപ്പെടുത്തി നാടകം അവതരിപ്പിച്ചത്. തൈതെന്നൽ താരാട്ടി വല്ലിമേലാളിച്ച് പുത്തൻമലരിൻ്റെ കാന്തിപൂരൻ മേൽമേലെ ശോഭിക്കും സൂര്യനെ കൺകൂളിരേകിടൂ മമ്മിളി മായുന്നു വിൺതലം കൈവിട്ടു നാടിൽ നാടിൽ. ജന്മിത്വം തുലയട്ടെ എന്ന മുദ്രാവാക്യം ഉയർത്തിയ കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകമായ പാട്ടബാക്കി 1936 ഞമനേങ്ങാട് കടലായി മനയിലിരുന്നാണ് കെ ദാമോദരൻ എഴുതിയത്. കേരളത്തിലെ ഇരുണ്ട യുഗത്തിലെ ജന്മിക്കുടിയാൻ വ്യവസ്ഥയ്ക്കെതിരെ നടന്ന പോരാട്ടങ്ങൾക്ക് കരുത്തു പകരാനും കമ്മ്യൂണിസ്റ്റ് പ്രത്യശാസ്ത്രത്തിന് വേരുറപ്പിക്കുവാനും ഈ നാടകം പ്രചോദനമായിട്ടുണ്ട്. നാടകം പിറവികൊണ്ട മണ്ണിൽ തന്നെയാണ് 90 വർഷങ്ങൾക്ക് ശേഷം പുനരവതരണം നടത്തിയത്. ഗുരുവായൂർ ടൗൺ ഹാളിൽ അരങ്ങേറിയ നാടകത്തിൽ സിനിമാ സീരിയൽ അഭിനേതാക്കളും പ്രദേശവാസികളും ഉൾപ്പെടെ 40-ൽ പരം കലാകാരന്മാർ വേഷമിട്ടു. സിനിമാ നാടക പ്രവർത്തകൻ പ്രദീപ് നാരായണൻ സംവിധാനം നിർവഹിച്ച നാടകത്തിൻ്റെ പുനരാഖ്യാനം നടത്തിയത് തിരക്കഥാകൃത്ത് പ്രദീപ് ശിവശങ്കറാണ്. 2014 മുതൽ 2026 വരെ ഞമനേങ്ങാട് തിയേറ്റർ വില്ലേജ് എന്ന NTV ഏകദേശം 50ഓളം നാടകങ്ങൾ അരങ്ങിലെത്തിച്ചിട്ടുണ്ട്. നാടകത്തിൽ നമുക്ക് 1936 കാലത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ നിന്ന് വ്യതിചലിക്കാതെ ഞങ്ങളുടെ നാട്ടിലെ പ്രശസ്ത ഐവർകളി ആശാനായിരുന്ന KC അപ്പുകുട്ടൻ, അതുപോലെ പൊതുപ്രവർത്തകനായ EU ചേട്ടൻ, അതുപോലെ തിരുമുമ്പ്, പിന്നെ EMS, ഇവരെയൊക്കെ നമ്മൾ ക്യാരക്ടേഴ്സായിട്ട് നാടകത്തിൽ കൊണ്ടുവരാനും ഈ നാടകം മുൻപോട്ട് വെച്ച ആശയത്തിൽ നിന്ന് തെല്ലിടം മാറാതെ ചില പുതിയ കഥാപാത്രങ്ങൾ, മറ്റു ചില കഥാപാത്രങ്ങളെ കൂടെ ചേർത്ത് നമുക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. നാടക പ്രവർത്തനം, ഗ്രാമീണമായ നാടക പ്രവർത്തനത്തിന് ഒരുപാട് റിസ്ക് ഉണ്ട്. ഇപ്പോൾ കുട്ടികളെയൊന്നും നാടകത്തിൽ അഭിനയിക്കാൻ കിട്ടുന്നില്ല എന്നുള്ള ചില പരാതികളൊക്കെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ഏകദേശം 20ഓളം കുട്ടികൾ നമ്മുടെ നാടകത്തിലേക്ക് ജോയിൻ ചെയ്തു. നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരു പരിസ്ഥിതിയിൽ നിന്നാണ് ഈ നാടകം അവതരിപ്പിക്കപ്പെടുന്നത്. ആ നാടകത്തെ അവർക്കും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഒരു കാലത്തിലൂടെ ആണ് നമ്മൾ കടന്നു വന്നത് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ബോധപൂർവം കുട്ടികളെ നമ്മൾ ഈ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരികയും കൊറോണക്കാലത്തോടു കൂടി നിന്നുപോയ കുട്ടികളുടെ നാടക പ്രവർത്തനം ഞങ്ങൾക്ക് പുനരാരംഭിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. കേരള സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഞമനേങ്ങാട് തിയേറ്റർ വില്ലേജിൻ്റെ 50ാമത്തെ നാടകമാണ് പാട്ടബാക്കി. പുതുമകൾ ഉൾപ്പെടുത്തി കൂടുതൽ ആകർഷകമാക്കിയാണ് ഈ നാടകം വീണ്ടും അരങ്ങിലെത്തിച്ചിട്ടുള്ളത്. നാടകം എഴുതപ്പെട്ട കാലത്ത് ഞമനേങ്ങാട് പ്രദേശത്ത് ജീവിച്ചിരുന്ന EMS സുബ്രഹ്മണ്യൻ തിരുമ്പ്, ഐവർകളി ആശാനും കവിയുമായിരുന്ന KC അപ്പുകുട്ടൻ, പൂനമൂച്ചിയിലെ പൊതുപ്രവർത്തകൻ EUT എന്നിവരും പുതിയ രചനയിൽ കഥാപാത്രങ്ങളായി കടുത്ത ജാതി വർണ്ണ വിവേചനത്തിൽ നിന്നും അടിമത്തത്തിൽ നിന്നും കേരളം ഉയർത്തെഴുന്നേറ്റ പോരാട്ടങ്ങളെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തൽ കൂടിയായി പാട്ടബാക്കി എന്ന നാടകം.